ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷം പല തലങ്ങളിലേക്കും വ്യാപിക്കുകയാണ് ഇപ്പോൾ. അമേരിക്ക കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത് 48 മണിക്കൂർ ട്രംപിന്റെ മുന്നറിയിപ്പാണ്. ഇതിനകം ഹോർമുസ് പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്നാണ് ഇറാന്റെ. ഇതിനുള്ള മറുപടിയായി ഇപ്പോൾ ഇറാൻ പറയുന്നത് കുടിവെള്ളത്തിലും ആക്രമണമുണ്ടാകുമെന്നുള്ളതാണ്. വൈദ്യുതി നിലയങ്ങൾ തകർത്താൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കുടിവെള്ളം മുട്ടിക്കുമെന്നാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ ഭീഷണി. കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലെയും ഇസ്രായേലിലെയും ഡീസാലിനേഷൻ കേന്ദ്രങ്ങൾ തകർക്കുമെന്നാണ് ഏറ്റവും പുതിയ ഭീഷണി. UAE തലസ്ഥാനത്തെ ലക്ഷ്യമാക്കി വന്ന ഇറാന്റെ ബലിസ്റ്റിക് മിസൈലിനെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുവെന്ന വിവരവും പുറത്തുവരുന്നു. ഇതിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരു ഇന്ത്യൻ പൗരന് നിസ്സാരമായി പരിക്കേറ്റതായും അബുദാബി അറിയിച്ചിട്ടുണ്ട്. അബുദാബിയിലെ അൽ ഷവാമക് മേഖലയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇത് വലിയ ആശങ്കയും പരിഭ്രാന്തിയും മറ്റും അവിടെ ഉണ്ടാക്കിയ പശ്ചാത്തലമുണ്ട്. ഈ കുടിവെള്ളത്തിൽ കൂടി ഇപ്പോൾ നമുക്കറിയാം ഓയിലുമായി ബന്ധപ്പെട്ട ആക്രമണം നടക്കുന്നുണ്ട്, ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നുണ്ട്, മറ്റു വളരെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടക്കുന്ന പശ്ചാത്തലമുണ്ട്. അവിടെയാണ് ഇപ്പോൾ കുടിവെള്ള ഭീഷണിയിലും കുടിവെള്ളവുമായി ബന്ധപ്പെട്ടും ഭീഷണി ഉണ്ടാകുന്നത് എന്ന് ഏറ്റവും പ്രധാനമാണ്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ പല തലങ്ങളുണ്ട്. ഹോർമുസ് തുറക്കണമെന്നാണ്, എത്രയും പെട്ടെന്ന് തുറക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. ആ 48 മണിക്കൂർ കഴിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനിടയിലാണ് ഇത്തരമൊരു ഭീഷണി ഇറാന്റെ ഭാഗത്ത് നിന്ന്. അത് വേണമെങ്കിൽ സംഭവിക്കാം, കാരണം ഗൾഫ് രാജ്യങ്ങളെ തുടർച്ചയായി ഇറാൻ ആക്രമിക്കുന്നുണ്ട്. ട്രംപ് പറഞ്ഞ 48 മണിക്കൂർ തീരാൻ ഇനി 24 മണിക്കൂറിൽ താഴെ മാത്രമേ സമയം ബാക്കിയുള്ളൂ. നാളെ ഏതാണ്ട് ഇന്ത്യൻ സമയം ഏതാണ്ട് 5 മണിയോട് അടുക്കുമ്പോൾ ട്രംപ് പറഞ്ഞ ആ സമയപരിധി അവസാനിക്കുകയാണ്. അവിടെയാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പുതിയ നീക്കങ്ങൾ നിർണായകമായിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ ഈ ഒരു യുദ്ധത്തിൽ 3 കക്ഷികൾ മാത്രമേ പങ്കാളികളായിരുന്നുള്ളൂ. അതായത് US, ഇസ്രായേൽ, ഇറാൻ. ഇതിലൊരു 4ാമത്തെ കക്ഷി കൂടി കടന്നു വരാൻ സാധ്യതയുണ്ട്. അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം UK-യുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള കീർ സ്റ്റാർമറുമായിട്ട് അദ്ദേഹം ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇരുവർക്കുമിടയിൽ ചർച്ചയായതായിട്ടാണ് സൂചന. ഇതിൽ കീർ സ്റ്റാർമറും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ഒരേപോലെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര ഈ കപ്പൽ ഗതാഗതത്തിന് അനിവാര്യമായ ഒരു പാതയാണ്. അപ്പോൾ ഇതിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടത് അത് തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണെന്നും ഇരു രാഷ്ട്ര നേതാക്കളും സമ്മതിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, UK ഇതിനു മുൻപേ അമേരിക്കയുടെ സൈനിക വിമാനങ്ങൾ അതുപോലെ തന്നെ ആയുധങ്ങൾ അതെല്ലാം UK-യുടെ സൈനിക ബേസുകളിൽ സൂക്ഷിക്കാനുള്ള അനുമതിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോർമുസിന്റെ സുരക്ഷ അതിനുവേണ്ടി UK കൂടി രംഗപ്രവേശനം ചെയ്യുന്നതോടെ ഈ യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ്. ഇതിനു മുൻപേ UK-യുടെ സൈനിക ബേസ് ആയിട്ടുള്ള സൈപ്രസിൽ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ അന്ന് തന്നെ ബ്രിട്ടന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള പ്രകോപനം ഇറാന് നേരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതുവരെ ഒന്നും UK നേരിട്ട് ഈ യുദ്ധത്തിലേക്ക് കടന്നു വരുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. ആദ്യം ട്രംപ് ഈ ഹോർമുസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കപ്പലുകൾ അതുപോലെ തന്നെ മറ്റ് യുദ്ധോപകരണങ്ങളെല്ലാം വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോൾ UK ഈ ആവശ്യം നിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും അമേരിക്കയുടെ ആവശ്യത്തിന് അവർ വഴങ്ങുന്നു എന്നാണ് സൂചന. അപ്പോൾ നാളെ ആ 24 മണിക്കൂർ ട്രംപ് പറഞ്ഞ ആ 48 മണിക്കൂർ അവസാനിക്കുമ്പോൾ UK-യുമായി ചേർന്ന് ഒരു സൈനിക നീക്കത്തിന് US മുതിരുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിൽ UK-യുടെ പങ്കാളിത്തം US നേടാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും ശക്തമായ നാവികസേനയുള്ളത് UK-യുടെ കൈവശമാണ്. അത് ചരിത്രപരമായി തന്നെ അങ്ങനെയാണ്. ഈ കടലിൽ യുദ്ധം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വളരെ അത്യാധുനികമായിട്ടുള്ള മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത മോഡേൺ വെപ്പൺസ് UK-യുടെ കയ്യിലുണ്ട്. അപ്പോൾ ഹോർമുസിന്റെ സുരക്ഷയ്ക്ക് UK-യും ഒപ്പം കൂട്ടി US മുന്നോട്ട് നീങ്ങുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുണ്ട്. എന്നാൽ അതേസമയം തന്നെ ആശങ്കയുമുണ്ട്. അതേസമയം ഇറാന്റെ ഭീഷണികൾ ഇപ്പോൾ മറ്റൊരു തലത്തിലേക്കാണ് നീങ്ങുന്നതെന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ 48 മണിക്കൂറിനകം ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാനിനകത്തുള്ള പവർ പ്ലാന്റുകൾ ആക്രമിക്കുമെന്നാണ് US മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.